പാർട്ടി ഒരു യുവ നേതാവിനെതിരെ വലിയ ആരോപണങ്ങളുണ്ട്. നിങ്ങൾ അങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലും ഇന്ത്യയിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പറഞ്ഞു കഴിയട്ടെ, ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ കടന്നിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ചുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, കേരളത്തിലെ പ്രതിപക്ഷം ഒഴിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഏകകണ്ഠമായി അവർക്കൊരു നേതാവേ ഉള്ളൂ, രാഹുൽ ഗാന്ധി. അവിടെ വരെ എത്തിയിരിക്കുകയാണ്. മനസ്സിലായല്ലോ? രാഹുൽ ഗാന്ധി എവിടെ പറയണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണ്ടേ? എന്റെ അഭിപ്രായം ഇതാണ്. എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യമുണ്ട്, രണ്ട് കാര്യം. മാറാടും ഇവിടെ നടന്നത് ഒരു നിയമപരമായിട്ടുള്ള നടപടിയാണ്. അതായത് ഹൈക്കോടതിയുടെ നിരന്തരമായ സമ്മർദ്ദം, യൂണിയൻ സമ്മർദ്ദം. പക്ഷെ അവിടെ പോലീസ് അട്രോസിറ്റി ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് ഞാൻ വേറെ വസതി പറയാം. ഇന്ന് പറയാനില്ല. ഇന്ന് ഇന്നലെ അസംബ്ലിയിൽ ചർച്ച ചെയ്തപ്പോൾ 2 പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ. അത് ഞാൻ പറഞ്ഞു. നിയമസഭയിൽ നടന്ന ചർച്ച പോലീസിന്റെ ഭീകരവാദത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. അപ്പൊ സാറ് പറയുന്നത് എന്ന് പറയുന്നു, പുത്തങ്കയിലും ശിവഗിരിയിലും നടന്നത് തീർത്തും നിയമപരമായിട്ടുള്ള കമ്പൽഷന്റെ പുറത്താണ് ഗവൺമെന്റ് അങ്ങനെ സ്റ്റാൻഡ് എടുക്കേണ്ടി വന്നത്. പക്ഷെ അവിടെ നടന്നത് പോലീസ് അട്രോസിറ്റി ആണെന്ന് ഇപ്പം ആന്റണി സമ്മതിക്കുന്നുണ്ടോ എന്നില്ലാണ്. ഞാൻ അതിലാണ് പറഞ്ഞത്. അവിടെ നടന്ന പോലീസ് ആക്ഷനെ കുറിച്ച് നയനാർ ഗവൺമെന്റ് കാലത്ത് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ അധ്യക്ഷനായ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കൂ.